ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് LSS ക്ലാസ് 24 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 24ാമത്തെ ക്ലാസ് ആരംഭിക്കുകയായി. ഇന്ന് നമ്മൾ പൊതുവിജ്ഞാനമാണ് കേട്ടോ എടുക്കുന്നത്. പൊതുവിജ്ഞാനം ഇനി കുറച്ച് അധികം ക്ലാസ്സിൽ ഞാൻ ഇടുന്നുണ്ട്, അപ്പോൾ അത് ഉടനെ വരും കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് അധികം പൊതുവിജ്ഞാനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, പിന്നെ ഇനി മുതൽ ബോണസ് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഒന്നാമത്തെ ചോദ്യമാണ്. ഇത് 27 എഴുതി കാണിക്കുക. അത് ഇതിനകത്ത് മുന്നത്തെ ചോദ്യങ്ങൾ ഞാൻ എഴുതിയതാണ്, അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ജൂൺ 17 നവോത്ഥാന സ്മൃതി സംഗമ ദിനം. ഇത് ആരുടെ ജന്മവാർഷിക ദിനമായിരുന്നു? ജൂൺ 17 നവോത്ഥാന സ്മൃതി സംഗമ ദിനമാണ്. ഇത് ആരുടെ ജന്മവാർഷിക ദിനമായിരുന്നു? ഇതാണ് ചോദ്യം. ഉത്തരം അയ്യങ്കാളിയാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ട്രോളിംഗ് നിരോധനം എന്തിനു വേണ്ടി? ട്രോളിംഗ് നിരോധനം എന്തിനു വേണ്ടി? മൺസൂൺ കാലത്ത് മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനു വേണ്ടി ആഴക്കടൽ മത്സ്യബന്ധനം നിരോധിക്കുന്നു. ട്രോളിംഗ് നിരോധനം എന്തിനു വേണ്ടിയാണ് ചോദിച്ചാൽ മൺസൂൺ കാലത്ത് മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ആഴക്കടൽ മത്സ്യബന്ധനം നിരോധിക്കുന്നു. ഇതിന് രണ്ടിനുമാണ് ട്രോളിംഗ് നിരോധനം എന്തിനാണ് ചോദിച്ചാൽ എഴുതുക. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള അസംസ്കൃത എണ്ണ എത്തിക്കുന്ന പ്രധാന വഴി ഏതാണ്? റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അസംസ്കൃത എണ്ണ എത്തിക്കുന്ന പ്രധാന വഴി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സൂയസ് കനാലാണ്. സൂയസ് കനാൽ. അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്തെ ഏകീകൃത വാഹന രജിസ്ട്രേഷൻ്റെ പേര് എന്ത്? രാജ്യത്തെ ഏകീകൃത വാഹന രജിസ്ട്രേഷൻ്റെ പേരെന്താണ്? ഉത്തരം BH ഭാരത് സീരീസ്. BH ഭാരത് സീരീസ് ആണ് കേട്ടോ. ഇനി അടുത്തത് വിങ്സ് ടു അവർ ഹോപ്സ് എന്ന പുസ്തകം ആരുടെ പ്രസംഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ഉത്തരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കുറിച്ചിട്ടാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ പ്രസംഗത്തെ പറ്റിയിട്ടാണ് അടിസ്ഥാനമാക്കിയുള്ള ബുക്കാണ് വിങ്സ് ടു അവർ ഹോപ്സ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. തപാൽ ഇടപാടുകൾക്ക് ഡിജിറ്റലായി വിലാസങ്ങൾ അടയാളപ്പെടുത്താനും കണ്ടെത്താനും തപാൽ വകുപ്പ് ഏർപ്പെടുത്തിയ പുതിയ സംവിധാനം ഏതാണ്? ഉത്തരം ഡിജിപിന്നാണ്. തപാൽ ഇടപാടുകൾക്ക് ഡിജിറ്റലായി വിലാസങ്ങൾ അടയാളപ്പെടുത്താനും കണ്ടെത്താനും തപാൽ വകുപ്പ് ഏർപ്പെടുത്തിയ പുതിയ സംവിധാനം ഏതാണ് ചോദിച്ചാൽ ഡിജിപിൻ. ഇനി അടുത്ത ചോദ്യം നോക്കാം. NDAയുടെ പൂർണ്ണ രൂപം എന്താണ്? NDA എന്ന് പറഞ്ഞാൽ BJP എന്നുള്ള പാർട്ടിയാണ് കേട്ടോ. NDAയുടെ പൂർണ്ണ രൂപം എന്താണ്? നാഷണൽ ഡിഫൻസ് അക്കാദമി. അതാണ് NDAയുടെ പൂർണ്ണരൂപം. ഇന്ത്യയുടെ പൂർണ്ണരൂപം എന്താണ് ചോദിച്ചാൽ നാഷണൽ ഡിഫൻസ് അക്കാദമി. ഇനി അടുത്ത ചോദ്യം നോക്കാം. രാഷ്ട്രപതിയുടെ ADC പദവിയിൽ ആദ്യമായി എത്തുന്ന വനിതാ സേനാംഗം ആരാണ്? രാഷ്ട്രപതിയുടെ ADC പദവിയിൽ ആദ്യമായി എത്തുന്ന വനിതാ സേനാംഗം ആരാണെന്ന് ചോദിച്ചാൽ ലഫ് കമാൻഡർ യശസ്വി സോളങ്കിയാണ് രാഷ്ട്രപതിയുടെ ADC പദവിയിൽ ആദ്യമായി എത്തുന്ന വനിതാ സേനാംഗം. ഇനി 35ാമത്തെ ചോദ്യം നോക്കാം. ലോക രക്തദാന ദിനം എന്നാണ്? ലോക രക്തദാന ദിനം
ജൂൺ 14 ജൂൺ 5 പരിസ്ഥിതി ദിനം. പിന്നെതാ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ഇനി നമുക്ക് 36ാമത്തെ ചോദ്യം. അല്ല കേട്ടോ, ഇതിൽ ഞാൻ തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. റവന്യൂ വകുപ്പ് ഭൂമിക്ക് 10 അക്ക തിരിച്ചറിയാൻ കാർഡ് നമ്പർ ഏർപ്പെടുത്തിയ പദ്ധതിയുടെ പേരെന്താണ്? റവന്യൂ വകുപ്പ് 10 അക്ക തിരിച്ചറിയാൻ കാർഡ് നമ്പർ ഏർപ്പെടുത്തിയ പദ്ധതിയുടെ പേര് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതി. ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതിയാണ് റവന്യൂ വകുപ്പ് ഭൂമിക്ക് 10 അക്ക തിരിച്ചറിയാൻ കാർഡ് നമ്പർ ഏർപ്പെടുത്തിയ പദ്ധതിയുടെ പേര്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. ലോക 1-ാം നമ്പർ ചെസ് താരം മാഗ്നസ് കാൾസനെ തളച്ച 9 വയസ്സുള്ള ഇന്ത്യക്കാരൻ്റെ പേര്. ലോക 1-ാം നമ്പർ ചെസ് താരം മാഗ്നസ് കാൾസനെ തളച്ച 9 വയസ്സുള്ള ഇന്ത്യക്കാരൻ്റെ പേര്. ഇപ്പോഴത്തെ ലോക ചെസ് ചാമ്പ്യൻ ആരാ ചോദിച്ചാൽ ഡി ഗുകേഷാണ് കേട്ടോ. ഇപ്പോഴത്തത് ഡി ഗുകേഷാണ്. ഇതിൻ്റെ ഉത്തരം ആരിദ് കപിലാണ്. ലോക 1-ാം നമ്പർ ചെസ് താരം മാഗ്നസ് കാൾസനെ തളച്ച 9 വയസ്സുള്ള ഇന്ത്യക്കാരൻ ആരിദ് കപിൽ. 9 വയസ്സുള്ളൂ കേട്ടോ. അപ്പോൾ ആ കുട്ടി 4ാം ക്ലാസ്സിലെത്തിയിട്ടുണ്ടാവുള്ളൂ. ഇനി അടുത്തത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിച്ച വർഷം ഏതാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിച്ച വർഷം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരം 1998 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിച്ച വർഷം. ഇനി അടുത്ത് നോക്കാം. ISS പൂർണ്ണരൂപം എന്താണ്? ISS പൂർണ്ണരൂപം എന്താണെന്നാണ് അടുത്ത ചോദ്യം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമാണ്. ISSൻ്റെ പൂർണ്ണരൂപം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഇനി ഇത്ര ചോദ്യം കൂടി ഉള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം. ഡ്രൈവർ ഇല്ലാതെ സവാരി നടത്തുന്ന റോബോ ടാക്സി നിരത്തിലിറക്കിയ വൈദ്യുത വാഹന കമ്പനിയുടെ പേര് എന്താണ്? ഉത്തരം ഇലോൺ മസ്കിൻ്റെ വൈദ്യുത വാഹന കമ്പനിയായ ടെസ്ലയാണ്. ഡ്രൈവർ ഇല്ലാതെ സവാരി നടത്തുന്ന റോബോ ടാക്സി നിരത്തിലിറക്കിയ വൈദ്യുത വാഹന കമ്പനിയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇലോൺ മസ്കിൻ്റെ വൈദ്യുത വാഹന കമ്പനി എന്ന് എഴുതണം കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്. ഇപ്പോഴത്തെ കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ 2025 കേട്ടത്. 2025 കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം വി സുനിൽകുമാർ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ലോക പ്രശസ്ത വന്യജീവി സംരക്ഷകനായ വാൽമീക് ദാപ്പർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലോക പ്രശസ്ത വന്യജീവി സംരക്ഷകനായ വാൽ ദാപ്പർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഇന്ത്യയുടെ ടൈഗർ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്ന മേഘം ഏതാണ്? അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്ന മേഘം ഏതാണ്? അടുത്തത് ക്യൂമുലോ നിംബസ് മേഘങ്ങൾ. ക്യൂമുലോ നിംബസ് മേഘങ്ങൾ. ഇതാണ് അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്ന മേഘം. 44 അടുത്ത ചോദ്യമാണ് കേട്ടോ. പുരാതന സ്മാരകങ്ങളുടെയും പുരാതന വസ്തുസ്ഥലങ്ങളുടെയും സംരക്ഷണം എന്നിവ നടത്തുന്ന ഇന്ത്യൻ സർക്കാർ ഏജൻസിയുടെ പേരെന്താണ്? പുരാതന സ്മാരകങ്ങളെയും
പുരാതന വസ്തുസ്ഥലങ്ങളുടെയും സംരക്ഷണം എന്നിവ നടത്തുന്ന ഇന്ത്യൻ സർക്കാർ ഏജൻസിയുടെ പേരെന്താണ്? ഉത്തരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ASI എന്ന് എഴുതിയാൽ മതി ട്ടോ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം അലക്സാണ്ടർ കണ്ണിംഗ്ഹാമാണ്. 1861 സ്ഥാപിച്ചത്. അലക്സാണ്ടർ കണ്ണിംഗ്ഹാമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ASI സ്ഥാപിച്ചത്. ഇനി അടുത്ത ചോദ്യം നോക്കാട്ടോ. PN പണിക്കർ അനുസ്മരണ ദിനമായ ജൂൺ 19 എന്ത് ദിനമായി ആചരിക്കുന്നു? PN പണിക്കർ നിങ്ങൾക്കറിയില്ലേ? നമ്മളുടെ വായനാ ദിനത്തിൻ്റെതാണ് ട്ടോ. വായനാ ദിനമാണ്. PN പണിക്കർ അനുസ്മരണ ദിനമായ ജൂൺ 19 എന്ത് ദിനമായി ആചരിക്കുന്നു? ഉത്തരം വായനാ ദിനം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ജൂൺ 14 ലോക രക്തദാന ദിനം. പിന്നെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ജൂൺ 23. PN വായനാ ദിനം ജൂൺ 19. പിന്നെ ജൂൺ 5 പരിസ്ഥിതി ദിനം. ഇതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചിട്ട് അടുത്ത ചോദ്യം. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പോലീസ് മേധാവി ആരാണ്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പോലീസ് മേധാവി ആരാണ്? ഉത്തരം റവാഡ ചന്ദ്രശേഖരാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പോലീസ് മേധാവി. ഇതാ കുറച്ച് ചോദ്യം കൂടി ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. കടൽ നിരപ്പ് ഉയരം തോറും മുണ്ടിക്കൊണ്ടിരിക്കുന്ന പസഫിക് ദ്വീപ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? കടൽ നിരപ്പ് ഉയരും തോറും മുണ്ടിക്കൊണ്ടിരിക്കുന്ന പസഫിക് ദ്വീപ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ടുവാലു. അടുത്ത ചോദ്യം. മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ പദ്ധതി ഏതാണ്? ഉത്തരം ടെലിമാനസാണ്. മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ പദ്ധതി. അടുത്ത ചോദ്യമാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ പരിപാടികൾ സംരക്ഷണം ചെയ്യുന്ന TV ചാനൽ ഏതാണ്? ഉത്തരം കൈറ്റ് വിക്ടേഴ്സാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ പരിപാടികൾ സംരക്ഷണം ചെയ്യുന്ന TV ചാനൽ. അടുത്ത ചോദ്യം ആണ്. കേരളത്തിലെ ആദ്യ AI റോബോട്ടിക്സ് വികസന കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ ആദ്യ AI റോബോട്ടിക്സ് വികസന കേന്ദ്രം എവിടെയാണ്? ഉത്തരം കൊട്ടാരക്കരയിലെ നെടുവത്തൂരിലാണ് കേരളത്തിലെ ആദ്യ AI റോബോട്ടിക്സ് വികസന കേന്ദ്രം. ഇനി ഏറ്റവും ലാസ്റ്റ് ചോദ്യമാണ് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസ് ഇന്ന് അവസാനിച്ചു കേട്ടോ. അപ്പോൾ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുന്ന സർക്കാരിൻ്റെ അഭ്യർത്ഥന അംഗീകരിക്കുന്നത് ആരാണ്? പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുന്നതിനുള്ള സർക്കാരിൻ്റെ അഭ്യർത്ഥന അംഗീകരിക്കുന്നത് ആരാണ്? ഉത്തരം രാഷ്ട്രപതിയാണ്. പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുന്നതിനായി സർക്കാരിൻ്റെ അഭ്യർത്ഥന അംഗീകരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ എല്ലാവരും LSSന് നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.